നിങ്ങൾ ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ച് ചിത്രങ്ങൾ വരയ്ക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നെക്സ്റ്റ് ടൈം ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചാർക്കോളിൽ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ നമ്മുടെ പെൻസിൽ പെട്ടെന്ന് പൊട്ടി പോകും. ആ സമയത്ത് മെക്കാനിക്കൽ ഷാർപ്പനർ നല്ലൊരു ടൂളാണ്. പിന്നെ നമ്മുടെ സാധാ പേനാക്കത്തി ഉണ്ടല്ലോ, അത് നല്ല ടൂളാണ്. കാരണം പെൻസിലിൻ്റെ മോനെ പൊട്ടാതെ ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു കാര്യമാണ്, വലിയൊരു ഭാഗ്യമാണ്. അത് പെൻസിലിൻ്റെ ബ്രാൻഡ് നല്ലതായിരിക്കണം, ക്വാളിറ്റി നല്ലതായിരിക്കണം, നമ്മുടെ കയ്യിൽ കൊടുക്കുന്ന പ്രഷർ നല്ലതായിരിക്കണം. അപ്പോൾ ഈ ഒരു ചിത്രം ചാർക്കോൾ ഉപയോഗിച്ച് ചെയ്ത ചിത്രമാണ്. കൂടാതെ മെക്കാനിക്കൽ ഷാർപ്പനർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. ഇതിൽ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഉണ്ട്, പക്ക ഒന്നും പറയാനില്ല അല്ലേ. ഇത് ഗ്രാഫൈറ്റ് പെൻസിലാണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കിയേക്കണേ. ഒന്ന് ഗ്രാഫൈറ്റ്, ഒന്ന് ചാർക്കോൾ. ഡിഫറൻസ് ഉണ്ടോ? കോൺട്രാസ്റ്റിൽ ഡിഫറൻസ് ഉണ്ടോ? അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ നിൽക്കുന്നവർക്ക് നിങ്ങൾ ഇതുവരെ ചാർക്കോൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാർക്കോൾ പ്രോപ്പർലി യൂസ് ചെയ്താൽ ഇതായിരിക്കും നിങ്ങളുടെ ആർട്ട് വർക്കിലെ ഡിഫറൻസ്. കോൺട്രാസ്റ്റ് എന്ന് പറയും. കോൺട്രാസ്റ്റ് ഉദ്ദേശിക്കുന്നത് ഡാർക്ക് കളേഴ്സ് അത്രയും ഡാർക്കിലോട്ട് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഗ്രാഫൈറ്റിന് ലിമിറ്റേഷൻ ഉണ്ട് പെൻസിലിന്. പക്ഷേ എന്നിരുന്നാലും ഈ രണ്ട് ചിത്രവും പോലെ എഫേർട്ട് എടുത്തിട്ടുണ്ട്, പോലെ ബ്യൂട്ടിഫുൾ ആണ് അല്ലേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്റ്റേജിൽ കയറുന്നത്. ഭയങ്കര പേടിയാണ് വർത്തമാനം പറയാനെല്ലാം സ്റ്റേജിലെല്ലാം. ഞാൻ ചെന്നൈയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മലയാളം കുറച്ച് തമിഴ് മിക്സ്ഡ് ആയിരിക്കും. എല്ലാവരും ഇവിടെ മറ്റേ ത്രേസ്യമ്മ മാം ബാക്കി എല്ലാവരും വീട്ടിൽ കുറേ സമയമുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തീരെ സമയമില്ലാത്ത ആളാണ്. അവർക്കെല്ലാം ആളില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ 13 മെമ്പർ, ഒരു പട്ടി 14 മെമ്പറാണ്. എനിക്ക് തീരെ സമയമില്ല വീട്ടിൽ. എന്നാലും അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു 2 മണിക്കൂർ ഇതിനായിട്ട് ചിലവ് ചെയ്യും. എനിക്ക് 5 പേരക്കുട്ടികളുണ്ട്. ഓരോരുത്തരും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുക. എനിക്ക് ഇത്രയും ടെൻഷനുള്ള ഒരു സ്ഥലമാണ് എൻ്റെ വീട്. പണി കഴിയുകയില്ല എൻ്റെ വീട്ടിൽ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാത്രി വരെ പണി. അതിൻ്റെ ഇടയിൽ ഇത് എൻ്റെ കുടുംബക്കാരെല്ലാം കണ്ടാൽ പറയും ഇതിനെല്ലാം എനിക്ക് എവിടുന്ന സമയം കിട്ടുന്നതെന്ന്. ഇത് ചെയ്താലാണ് എനിക്ക് അന്ന് ഫുൾഫിൽ ആവുക. പിന്നെ സാറിൻ്റെ ക്ലാസ്സിൽ ചേർന്നതിന് ശേഷം ഞാൻ ഇതുവരെ ഡോക്ടറെ അടുത്ത് പോയിട്ടേ ഇല്ല. എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ചത്തുപോകും. വരുന്നവർ എന്താ അത്രയും ടെൻഷനാണ് എൻ്റെ വീട്ടിൽ. ഞാൻ ഇതിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരു സൂക്കടവും ഇല്ല. ഞാനത് പ്രൗഡായിട്ട് പറയൂ. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ആർട്ട് ക്ലാസ് ARTCLASS എന്ന് ടൈപ്പ് ചെയ്ത് ഒരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. അതിനുശേഷം വാട്സപ്പിലൂടെ തന്നെ നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച ആർട്ട് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.